നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്ത് കാര്യം ഒബ്സർവ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാവും. ഒരു കാര്യം നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് പഠിച്ചിട്ട് സ്വായത്തമാക്കുക, എന്നിട്ട് അതിനെ ട്രാൻസെൻഡ് ചെയ്യുക എന്നാണ്. സൈക്കിള് ചവിട്ടാൻ പഠിക്കുമ്പോൾ ആദ്യം അതിൻ്റെ ഓരോ സ്റ്റെപ്പും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അതുപോലെയാണ് കാർ ഓടിക്കുമ്പോൾ, പാട്ട് പാടുമ്പോൾ, മാത്തമാറ്റിക്സ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കുമ്പോൾ എല്ലാം. നമ്മളൊരു മാസ്റ്റർ, പാട്ടിലൊരു മാസ്റ്റർ പാടുന്നത് കേട്ട് കഴിഞ്ഞാൽ വിചാരിക്കും എത്ര എളുപ്പത്തിലാണ് പാടുന്നത്. പക്ഷെ അവിടെ എത്താൻ വേണ്ടിയിട്ട് എത്ര ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഇപ്പോൾ ഒഫ്തൽമോളജിയിൽ സർജറി ട്രെയിനിങ് നടത്തുമ്പോൾ പ്രഗത്ഭരായിട്ടുള്ള സർജൻസ് ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, ഇത്രയേ ഉള്ളൂ എന്ന് തോന്നും. പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ അത് പഠിക്കാൻ വളരെ സമയമെടുക്കും. അപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്സിലൂടെയും കടന്നു പോയിട്ട് ആ സ്റ്റെപ്സ് സ്വായത്തമാക്കിയിട്ട് അത് ട്രാൻസെൻഡ് ചെയ്യണം. ജീവിതത്തിൽ മുഴുവൻ ഇത് നമുക്ക് കാണാം. ആശയവിനിമയമാണ് ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ ശരീരത്തിലൂടെ എക്സ്പ്രസ് ചെയ്യാണ്. നമ്മുടെ ഉള്ളിലുള്ള ഐഡിയാസ്, ചിന്തകൾ എല്ലാം വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും എക്സ്പ്രസ് ചെയ്യണം. എന്താണ് എൻ്റെ ഉള്ളിൽ ഉള്ള ആ സ്റ്റേറ്റ്, അത് എക്സ്പ്രസ് ചെയ്യണം. ഒരു വിത്ത് മരമാകുമ്പോൾ ആ വിത്തിൻ്റെ ഉള്ളിൽ എന്തായിരുന്നു എന്ന് എക്സ്പ്രസ് ചെയ്യണം. അപ്പോൾ നമ്മളെല്ലാവരും എക്സ്പ്രസ് ചെയ്യണം നമ്മുടെ ഉള്ളിലുള്ള ആ പൊട്ടൻഷ്യലിനെ. അപ്പോൾ എക്സ്പ്രഷൻ കണ്ടിന്യൂസ് ആണ്. അൾട്ടിമേറ്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും? അതാണ് പൂർണ്ണത എന്ന് പറയുന്നത്, അബ്സല്യൂട്ട് പ്യൂരിറ്റി. അപ്പം അങ്ങനെ അബ്സല്യൂട്ട് പ്യൂരിറ്റിയിൽ എത്തിയിട്ടുള്ള വ്യക്തികൾ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനെ പറ്റി ഒന്ന് ആലോചിച്ച് പോകും. അവിടെ കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും വേണ്ടി വരില്ല. കാരണം രണ്ടുപേരും അടിസ്ഥാനപരമായിട്ട് കണക്റ്റഡാണ്. ഹാർട്ട് ടു ഹാർട്ട് കണക്റ്റഡ് എന്ന് പറയും. വാക്കുകൾ ആവശ്യമില്ലാതെ വരുന്നു. ഈ വാക്കുകൾ പറയുന്നുണ്ടെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം എക്സ്പ്രസ് ചെയ്യുന്നു. ഒരുപാട് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം കുറഞ്ഞു വരുന്നു. അപ്പോൾ ജീവിതം എന്നുള്ള ഈ ഒരു
സ്കൂളിലൂടെ കടന്നു പോകുമ്പോൾ ഇത് നമ്മൾ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മുടെ കോൺവെർസേഷൻസിൽ നമ്മൾ ഈ ഒരു തത്വം മനസ്സിലാക്കിയിട്ട് വേണം സംഭാഷണം നടത്താനായിട്ട്. നമ്മൾ പറയുമ്പോഴും കേൾക്കുമ്പോഴും ഇത് മനസ്സിൽ ഉറപ്പിക്കണം. ശരിക്കുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷനാണ്. ഹൃദയത്തെ നൽകുക എന്നുള്ളതാണ്. നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷൻ എന്ന മാർഷൽ റോസൻബർഗിൻ്റെ ഒരു പ്രസിദ്ധമായിട്ട് പുസ്തകമുണ്ട്. ഇപ്പോൾ ഹാർട്ട്ഫുൾനെസ് കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിൽ ഹാർട്ട്ഫുൾനെസ്സിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് അടിസ്ഥാനം ഹാർട്ട് നൽകുക എന്നുള്ളതാണ്. നമ്മുടെ ഉള്ളിലുള്ള കമ്പാഷൻ നമ്മൾ നൽകുക എന്നുള്ളത്. നമ്മുടെ കമ്പാഷൻ്റെ നേച്ചർ, നമ്മുടെ ഉള്ളിൽ അനുകമ്പയുള്ള ഒരു നേച്ചറുണ്ട്, എല്ലാവരും ഉള്ളിലുണ്ട്. ചിലപ്പോൾ മാത്രമേ അത് പ്രകടമാവുള്ളൂ എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് സംഭാഷണം നടക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഏറ്റവും നന്മ വരുന്നു, പിന്നെ അത് പെട്ടെന്ന് മൂടിപ്പോകും. നമ്മുടെ ഉള്ളിലുണ്ടത്. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്യാനുള്ള നിരന്തരമായിട്ടുള്ള അഭ്യാസമാണ് യഥാർത്ഥത്തിൽ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലോകത്തിൽ ഏറ്റവും വലിയ ഹീലിംഗ് നടക്കേണ്ടത് ഈ ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നതിലൂടെയാണ്. ചർച്ചകൾ ഫെയിൽ ചെയ്യുന്നത് ഈ ഹാർട്ട് ടു ഹാർട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. യുദ്ധങ്ങൾ നടക്കുന്നതും ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ സംഭാഷണം നമ്മൾ നടത്തുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഉള്ളിലേക്ക് ശ്രദ്ധിക്കണം. ഞാൻ ഏത് ലെവലിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവിടെ ഈഗോ കടന്നു വരുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവുന്നു, നമ്മൾ ഡിസ്കംഫർട്ട്, നമ്മൾ അൺകംഫർട്ടബിൾ ആവുന്നു, ആ ഹാർമണി നഷ്ടപ്പെടുന്നു. അതുമാതിരി മറ്റേ വ്യക്തികൾ അല്ലെങ്കിൽ വ്യക്തി സംസാരിക്കുമ്പോൾ അവിടെ ഈഗോ കടന്നു വരുന്നുണ്ടെങ്കിൽ, അവരുടെ ഈഗോ അല്ലെങ്കിൽ എൻ്റെ ഈഗോ കടന്നു വരുമ്പോൾ അവിടെ ഡിസ്കംഫർട്ട് അനുഭവിക്കുന്നു. നമ്മൾ ആരെങ്കിലും കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന് ആലോചിച്ച് നോക്കും. നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവുന്നു. എന്താ അതിൻ്റെ അർത്ഥം? എൻ്റെ ഈഗോ അവിടെ ഉണ്ട്, അതുകൊണ്ടാണ്. വലിയ ഡിസ്റ്റർബൻസ് വരാൻ പറ്റില്ല. അത് അപ്പം തന്നെ സ്വീകരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈഗോ ഇല്ല എന്നാണ് എൻ്റെ അർത്ഥം. നമുക്കത് സാധിക്കാറില്ല സാധാരണഗതിയിൽ. അപ്പോൾ ക്രമേണ നമ്മൾ നമ്മുടെ ജീവിതത്തെ മോഡൽ ചെയ്യണം. നമ്മൾ സംസാരിക്കുമ്പോഴും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ ഹാർമോണി നിലനിർത്തിക്കൊണ്ട് സംസാരിക്കാനുള്ളൊരു കഴിവ് ഒബ്സർവ് ചെയ്യണം. ഞാൻ എവിടെ നിന്നാണ് സംസാരിക്കുന്നത്? എൻ്റെ ആഴത്തിൽ നിന്നാണോ അതോ എൻ്റെ സ്വാർത്ഥ തലത്തിൽ നിന്നാണോ? ഒരു എജൻഡ ഉണ്ടോ എനിക്ക് സംസാരിക്കുമ്പോൾ? ആരെങ്കിലും നമ്മളോട് ഉപദേശം ചോദിക്കാൻ വരും എന്തെങ്കിലും കാര്യത്തിൽ. ഒരു ഉദാഹരണം പറയുകയാണ്. ഇപ്പം ഞാൻ ഒരു ജോലി ചെയ്യണം. എന്നോട് സംസാരിക്കാൻ വരുന്ന വ്യക്തിക്ക് ഏകദേശം ഇതേ ശമ്പളം കിട്ടുന്ന ഒരു ജോലി, അല്ലെങ്കിൽ നമ്മളെക്കാളും മുകളിൽ ശമ്പളം കിട്ടുന്ന ഒരു ജോലിക്ക് ചാൻസ് കിട്ടുകയാണ്. ഉപദേശം ചോദിക്കാൻ വരണം. എന്താണ് നമ്മൾ പറയുക? ശ്രമിച്ച് നോക്കൂ, കിട്ടിയാൽ കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? കിട്ടണം എന്ന് വലിയ ആഗ്രഹമൊന്നുമില്ല ഇവിടെ. നേരെ മറിച്ച് ഹൃദയത്തിൽ നിന്ന് തന്നെ പറയുകയാണെങ്കിൽ വളരെ നല്ല കാര്യമാണ്, നീ ശ്രമിച്ചു നോക്കൂ. നമ്മളെക്കാളും വേറെ ആൾ ഉയരുന്നത് കാണുമ്പോഴുള്ള സന്തോഷം. എൻ്റെ കുട്ടിയാണെങ്കിൽ അങ്ങനെയല്ലേ നമുക്ക് തോന്നുക? എന്നേക്കാളും വളരുന്നത് കാണാനാണ് നമുക്കിഷ്ടം. ഇപ്പോൾ പല സ്ഥാപനങ്ങളും ഞങ്ങൾക്ക് മെഡിസിനിലും കാണാം. ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു കാര്യം ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, ഒരു ഇൻസ്ട്രുമെൻറ്റ് ഉപയോഗിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഇൻസ്ട്രുമെൻറ്റ് പിന്നെ ആരെയും കൊണ്ട് ഉപയോഗിക്കില്ല. അതവിടെ കിടക്കും, കേട് വന്ന് കിടക്കും. പല ഇൻസ്ട്രുമെൻറ്റ്സും ഉപയോഗശൂന്യമാവുന്നത് ഇതുകൊണ്ടാണ്. കാരണം ബോസിന് അത് ഉപയോഗിക്കാൻ അറിയില്ല. അപ്പോൾ മറ്റൊരു ഉപയോഗിക്കേണ്ട. ബോസ് അറിയുന്നത് പഠിച്ചാൽ മതി, ഞാൻ പറയും അതുമാതിരി കേട്ടാൽ മതി. ബ്ലോക്ക് ചെയ്യുന്നു. മിക്ക ഓഫീസസിലും ഈ ഒരു ബ്ലോക്ക് ഉണ്ട്. ജൂനിയേഴ്സ് നമ്മളെക്കാളും നന്നായി പെർഫോം ചെയ്യുമ്പോഴുള്ള ഒരു ജലസി എന്നുള്ളത്, അസൂയ. അസൂയയ്ക്കും കഷണ്ടിക്കും മരുന്നില്ല പറയും. കഷണ്ടിക്ക് മരുന്ന് വന്നു, അസൂയയ്ക്ക് എപ്പോഴും ഇനി മരുന്ന് തരില്ല. കാരണം അതിൻ്റെ അടിസ്ഥാനം ഉള്ളിലുള്ള അഹംബോധമാണ്, സ്വാർത്ഥതയാണ്, സെൽഫിഷാണ്. ഇപ്പോൾ ഈ ലോകം ഉയരുന്നത് കാണുമ്പോൾ, എല്ലാവരും ഉയർന്ന് കാണുമ്പോൾ ഞാൻ അതുപോലെ തന്നെ സന്തോഷിക്കുന്ന തലത്തിലേക്ക് മാറണം. അതാണ് ബുദ്ധിസത്തിന് മുദിത എന്ന് പറയുന്നത്. ലാലാജി മഹാരാജ് പറഞ്ഞിട്ടത്, നിങ്ങൾ നിങ്ങളെ തന്നെ മഹാനാണെന്ന് കരുതുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ മറ്റുള്ളവർ നിങ്ങളെക്കാളും മഹാനാണെന്ന് കരുതും. മറ്റുള്ളവർക്ക് നിങ്ങളെക്കാളും പ്രാധാന്യം നൽകൂ. വലിയ വലിയ സ്റ്റേറ്റ്മെൻറ്റ്സാണ്. അപ്പോൾ ഈ പ്രാക്ടീസ് നമ്മൾ കോൺവെർസേഷനിൽ കൊണ്ടുവരണം. അപ്പോഴാണ് ഇത് ഹീലിംഗ് ആവുന്നത്. എപ്പോഴും
മുമ്പിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ സ്റ്റേറ്റ് മനസ്സിലാക്കിയിട്ട് അതിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു കഴിവിട്ടാണ്. അപ്പോൾ ഞാനൊരു സ്പിരിച്വൽ പ്രാക്ടീഷണറാണെങ്കിൽ എന്ത് സംശയം ചോദിക്കാനും മെഡിറ്റേറ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അയാൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റണ്ടേ? എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നിപ്പോൾ അടുത്തൊരു ആളെന്നോട് പറഞ്ഞു എനിക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ചെയ്യണ്ട, നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യൂ. നിങ്ങളുടെ ഉള്ളിലുള്ള നന്മ, എപ്പോഴും ഒരു നന്മയുണ്ടല്ലോ, അത് പ്രകടിപ്പിക്കാൻ നോക്കൂ. ദിവസത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നിസ്വാർത്ഥമായിട്ട് ചെയ്യാൻ നോക്കൂ. എപ്പോഴും നമ്മൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ചെയ്യുന്നത്. ഒന്നും കിട്ടാൻ ആഗ്രഹമില്ലാതെ, അയാളുടെ അടുത്തൊന്നും പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ ക്രമേണ നമ്മളിൽ മാറ്റങ്ങൾ വരും. സെൽഫ്ലെസ്നെസ് പ്രാക്ടീസ് ചെയ്യും. ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് സർവകർമ്മ ഫലത്യാഗം തഥക്കുരു യഥാത്മ. അതാണ് അത് ഒന്നും ചെയ്യാൻ പറ്റുന്നെങ്കിൽ അത് ചെയ്യൂ. അതിലൂടെ നീ ക്രമേണ ഉള്ളിലുള്ള സെൽഫ്ലെസ്നെസ് കണക്ട് ചെയ്യും. അതിലൂടെ നീ എന്നിലേക്ക് എത്തിച്ചേരുന്ന പറഞ്ഞു, ഈശ്വരിലേക്ക് എത്തിച്ചേരും. അപ്പോൾ നമ്മൾ എവിടെ നിൽക്കണോ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനുള്ള സത്യസന്ധത കാണിക്കണം. നമ്മളും വേറൊരാളോട് സംസാരിക്കുമ്പോൾ ആ ആഴത്തിലുള്ള ആ സ്റ്റേറ്റ് മനസ്സിലാക്കാനുള്ള കഴിവ് നമ്മളുണ്ടാക്കണം. അത് നമ്മുടെ സംഭാഷണ രീതിയിലൂടെ നമുക്ക് സാധിക്കും. ക്രമേണ നമ്മൾ അറിയാതെ തന്നെ കണക്റ്റഡ് ആവുന്നു. നമ്മുടെ ഉള്ളിലുള്ള പ്യൂരിറ്റിയുമായിട്ടും ഉള്ളിലുള്ള ഡിവൈൻ മാസ്റ്ററുമായിട്ട് നമ്മൾ അറിയാതെ തന്നെ കണക്റ്റഡ് ആവാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിലേക്ക് നമുക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. അടുത്ത സെഷനിൽ വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.